അഗ്നിപരീക്ഷ അഗ്നിപരീക്ഷ അഗ്നിപരീക്ഷ. ഇത് ഇങ്ങനെയൊക്കെ വന്നാലേ ഒരു രസമുള്ളൂ. അങ്ങനെ കാണിക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ടൊക്കെയാണ് ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ നോക്കിയപ്പം 2 ജഡ്ജിമാരെ പുതുതായിട്ട് കൊണ്ടുവന്നു. സീസൺ 5 സെറീനയും നാദറയും. ഇവരെ കൊണ്ടുവന്ന് ഇവർ രണ്ടുപേരും ഇങ്ങനെ പുറത്തോട്ട് തിരിച്ചിരുത്തിക്കുകയാണ്. ഇവൾ അവിടെ കയറിയിരിക്കുകയാണ് നടുക്ക്, റനീഷ. എന്നിട്ട് പറയാണ്, അപ്പോൾ ആൾക്കാർ ചെയ്യുന്നു, അയ്യോ അവിടെ ആരും ഇരിക്കുന്നുണ്ടല്ലോ, അതാരാ അത്? കണ്ടസ്റ്റൻസ് എല്ലാം ആ ഫ്ലോറിൽ അവരെ പിടിച്ച് മറ്റേ അദൃശ്യമായിട്ടൊന്നും ഇരിക്കുന്നത്, ആ ഫ്ലോറിലല്ലേ മറ്റവരിയ്ക്കുന്നത്. അപ്പോൾ അവർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ആരൊക്കെയാണ് വന്നിട്ടുണ്ടാവുന്നത്. ആരൊക്കെ അല്ലാതെ ഇത് മറ്റേ റോളക്സ് ഒന്നും അല്ലല്ലോ അവർ സർപ്രൈസ് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊരു ഫ്ലോറിൽ അവർ സൈഡിലിരിക്കുന്നത്, മറ്റൊരു അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് സുഖമായിട്ട് കാണാൻ പറ്റും. എന്നിട്ടൊന്ന് അയ്യോ ആരാന്ന് മനസ്സിലാവുന്നല്ലോ, സീസൺ 5 മത്സരാർത്ഥികളാണ്. ഇന്ന് മുതൽ വോട്ടിംഗ് തുടങ്ങുകയാണ്. രാത്രി എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരെ വോട്ട് ചെയ്ത് പുറത്താക്കാം. ആർക്ക് വോട്ട് ചെയ്യണ്ട, പണ്ടാറ് തുടങ്ങി പോട്ട്. ഈ ജഡ്ജിമാരെ കോമഡി എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ. ഇവന്മാർ ടി വിയിൽ ഈ പരിപാടി കണ്ടിട്ടില്ല. ഇവന്മാർ ആദ്യമായിട്ട് ഈ മത്സരാർത്ഥികളെ കാണുന്നത് ഇവിടെ വരുമ്പോഴാണ്. ഇവിടെ വരുന്ന സമയത്ത് ഒരാളെ സേവ് ചെയ്ത് ഒരാളെ എവിക്റ്റ് ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ആ ടാസ്ക് എടുത്തിട്ടാണ്. ഇന്നലെ ടീമായിട്ട് നിന്നിട്ട് മറ്റേ കുറേ വേസ്റ്റ് സാധനങ്ങളെടുത്ത് പറക്കി മുകളിൽ വെച്ച് ഏറ്റവും മുകളിൽ പൊക്കത്തിൽ വയ്ക്കുന്നവരെ ജയിച്ച്. ആ ടാസ്ക് ബേസ് ചെയ്തിട്ടാണ് ഒരാളെ എവിക്ഷനിലേക്ക് കൊണ്ടുവിടുന്നത്. ഇന്നലെ മെനങ്ങാന്നും അങ്ങനെയൊക്കെ തന്നെ. ഈ ഒരു ടാസ്ക് മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത്. അതൊന്നുമല്ല സംഭവം, ഇത് ഓൾറെഡി കുറച്ച് പേരെ പുറത്താക്കണമെന്നുള്ള തീരുമാനിച്ച് വെച്ചിരിക്കും. അവരെങ്ങനെയെങ്കിലും വലിച്ച് ഇതിനകത്ത് കൊണ്ടിടും. ബാക്കിയുള്ള മത്സരാർത്ഥികളല്ലേ ബാക്കിയുള്ളവർ ഔട്ട് ഹൗസിലേക്ക് തിരഞ്ഞെടുക്കണേ. ജഡ്ജിമാർക്ക് ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാർ ഔട്ട് ഹൗസിൽ വന്നില്ലെങ്കിൽ എടുത്തിടാനുള്ളൊരു മാർഗ്ഗമാണ്. അപ്പം മോളിൽ നണ്ണം വിളിച്ച് പറയും, മറ്റേ രചന അവിടെ അങ്ങനെ സൂചിച്ചിരിക്കുകയാണ്, അവളെ 12 കയറ്റണം, അവളെ പിടിച്ച് പുറത്തിടാൻ പറയും. അത് ഇവരനുസരിക്കുന്നുള്ളൂ. അതിന് ഈ പ്രഹസനം എന്തിനാണ്? പ്രഹസനം എന്ന് പറഞ്ഞാൽ ആ ടാസ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല, അത് കണ്ട് മാത്രമാണ് ഞാൻ ഇയാളെ സ്വാപ്പാക്കിയത് അഫിയാസിനെ. അഫിയ എത്ര പ്രാവശ്യം ഔട്ട് ഹൗസിൽ വന്ന് പോകണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 1 മണിക്കൂർ മത്സരം കണ്ടിട്ട് വിലയിരുത്തരുതെന്ന്. പക്ഷേ റിപ്പീറ്റായിട്ട് ഒരാൾ ഔട്ട് ഹൗസിലേക്ക് വരുമ്പം അത് മത്സരാർത്ഥികൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വോട്ട് ചെയ്തിട്ടല്ലേ വരുന്നത്. അപ്പോൾ അത് നമുക്കും വലിയ ഇമ്പ്രസീവായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ അവർക്കും കൊള്ളൂലെന്ന് തോന്നിയോണ്ടല്ലേ ഈ അഫിയെ പിടിച്ച് ഇതിട്ടുണ്ടത്. എങ്ങനെയെങ്കിലും ഔട്ട് ഹൗസിൽ കൊണ്ടിടും. അഫിയെയും അതുപോലെ ശ്യാമിനെയും എങ്ങനെയെങ്കിലും ഔട്ട് ഹൗസിൽ കൊണ്ടിടും. ഇവർ വന്ന് തിരിച്ച് കയറ്റും. ഇതാണ് പരിപാടി. ഇത് ഒരു ശരിയായിട്ടുള്ള പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് രചനയെ പിടിച്ച് പുറത്തിട്ട് കൊടുത്ത് രചന അങ്ങ് പുറത്താക്കാൻ പറ്റും. അത് ചെയ്തത് ഈ ഗസ്റ്റ് പറഞ്ഞ മെനങ്ങാന്ന് പറഞ്ഞ 2 പേരും ഇന്നലെ പറഞ്ഞ 2 പേരും കറക്റ്റായിട്ട് എവിക്റ്റ് ആയിട്ടുണ്ട്. കാരണം അതിന് വേണ്ടിയിട്ടാണ് അവരെ കൊണ്ടുവന്നത്. ചീത്തോളി മൊത്തം അവർ കേൾക്കും. അപ്പോൾ വളരെ ശാപവും കിട്ടും. പാവപ്പെട്ട ഇവക്കൊക്കെ സെറീനയ്ക്ക് ശാപം വാങ്ങിച്ചു കൊടുക്കാൻ ബിഗ് ബോസുകാരന്മാർക്ക് കച്ചവെട്ടി ഇറങ്ങി. അപ്പോൾ തുടങ്ങിയാണ്. റനീഷ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. ജഡ്ജിമാർ 2 പേര് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്, ആരാണെന്ന് കാണിക്കാത്ത. നാദറ, സെറീന. അപ്പം നാദറ വന്നിട്ട് സ്വതസിദ്ധമായ സ്റ്റൈലിൽ കുറച്ച് കോമഡികൾ പറയാനുണ്ടായിരുന്നു. അതാണ് ഇന്നലത്തെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ചിലത് ചളിയായിരുന്നു, ചിലത് ഇങ്ങനെ പറയാനുണ്ട്. ഞാൻ 100 ദിവസം ബിഗ് ബോസിൽ അഭിനയിച്ചാണ് നിന്നത്, നിങ്ങൾ നന്നായിട്ട് അഭിനയിച്ചാൽ നിൽക്കുമെന്നുണ്ട്. അപ്പം എല്ലാവരും അങ്ങനെ അഭിനയിച്ചൊന്നുമില്ല, നമ്മളൊക്കെ ജെനുവിനായിട്ടാണ് നിന്നത് സെറീന പറയുന്നത്. അപ്പോൾ അതെനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ സിനിമയൊന്നും കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് തങ്കം അടിച്ചു വിടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവരെ പിടിച്ചിരുത്തുന്നു. ഗസ്റ്റുമാർ വരുമ്പം സീസൺ 5 അഖിൽ മാരാറ്, അതുപോലെ റനീഷ, സെറീന 4 പേര് സീസൺ 5 അങ്ങ് നിറഞ്ഞ് അവരെ ചെറിയ ഒരു തമാശയൊക്കെ കാണിച്ച് അവിടെ മുന്നോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് മാസ്ക് ഓഫ് വരികയാണ്. മാസ്ക് ഓഫ് 3 പേരാണ് മെച്ചമുള്ളത്. പ്രണവും പിന്നെ സോനയും അമൃതയും. സോനയും ഒഴിച്ച് ബാക്കി എല്ലാവരും അവരുടെ മാസ്ക് ഒഴിച്ച് വെച്ചിട്ട് വീട്ടിൽ പോയിട്ടുണ്ടെന്ന്. പ്രണവ് സിനിമയെക്കുറിച്ച് പറയണം. സിനിമയെക്കുറിച്ച് കുറേ അവൻ സംസാരിച്ചു. സിനിമയായിരുന്നു എൻ്റെ പാഷൻ, സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ബിഗ് ബോസ് വന്നത്, സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്, കൊച്ചിലെ പോലെ സിനിമയാണ്, സിനിമ. അപ്പോൾ മാരാർ ഉപദേശം കൊടുത്തു, സിനിമയെ നിങ്ങൾ തേടി പോകേണ്ട കാര്യമില്ല, സിനിമ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ കഴിവും ഇതൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ച് സിനിമയുടെ പിന്നണി പ്രവർത്തകർ നിങ്ങളെ വിളിക്കും, സിനിമ നിങ്ങളെ തേടി വരും. മാരാർക്ക് അങ്ങനെ തേടി വന്ന സിനിമയാണ് മുള്ളൻകൊല്ലി വേലായുധൻ. അപ്പോൾ അടുത്ത് സോനയെടുത്ത് ധൈര്യം ചോദിച്ചു. ഞാൻ ധൈര്യത്തിനേക്കാളും കൂടുതൽ തൻ്റെ ഇടമാണ്. എനിക്ക് തൻ്റെ ഇടമുള്ളതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് വീട്ടിൽ ഒരുപാട് പീഡനം കിട്ടിയിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഹസ്ബൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ പറയണം. പക്ഷേ ഞാൻ തൻ്റെ അടിയാണ്. താമസിക്കൂല. ഒരു 500 തൻ്റെ അടി പറഞ്ഞിട്ട് പോയി.
അത് കഴിഞ്ഞിട്ട് അമൃത വരുന്നു. അമൃത വന്ന് തുടങ്ങി അച്ഛനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അച്ഛനെക്കുറിച്ച് ക്ലീശേ ഒരു സാധനം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. പറഞ്ഞ് ഇവൾ കരയിപ്പിച്ച് കളഞ്ഞു. അവളും കരഞ്ഞു പോയി, കണ്ടവരും കരഞ്ഞു പോയി. ഭയങ്കര ഇമോഷണലായിപ്പോയി. എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി അച്ഛൻ്റെ ആ ഒരു സിറ്റുവേഷൻ. അവളത് ബിൽഡ് ചെയ്ത് വന്നതും ആ കഥ പറഞ്ഞതും, കഥയല്ല യഥാർത്ഥ സംഭവമായിരിക്കും, അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഒരു ലാസ്റ്റ് ഒരു ഷോക്കായിരുന്നു അത്. അവൾക്ക് ഇവരിന്ന് പുറത്താക്കാൻ പറഞ്ഞ മെയിൻ കാരണം സംസാരം കറക്റ്റായിട്ട് വരുന്നില്ല. ഇതൊക്കെ ഒരു റീസണാണോടെ? എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇവർ പറഞ്ഞപ്പോഴാണ് പറയണത് ഇവർക്ക് തമിഴ് ഇത് ഉള്ളതുകൊണ്ട് മലയാളം കറക്റ്റായിട്ട് പറയുന്നത്. എനിക്ക് നല്ല സ്ഫുടമായിട്ട് അവർ പറയണ കേൾക്കായിരുന്നു, അവരെന്താണ് പറയണതെന്നുള്ളത്. അതൊക്കെ ഒരു റീസണാണ്. അവരെ അവിടെ നിർത്തണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഇതൊന്നും ഒരു റീസൺ പറഞ്ഞ് പുറത്താക്കരുത്. അവൾ പറഞ്ഞ ഒരു പോയിൻ്റാണ്, ഇഫ് യു ആർ എ സ്ട്രിക്റ്റ് പേരൻറ്റ് യു ആർ മേക്കിംഗ് ലയേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട്. അതായത് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരൻ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ കള്ളം പഠിപ്പിക്കാൻ വേണ്ടി ശീലിക്കും. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, വളരെ സത്യം. നമ്മൾ പേടിപ്പിച്ചാലോ വരട്ടെയല്ലോ, നമ്മൾ വരട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പിള്ളേർ കള്ളം പറഞ്ഞ് പഠിച്ചു തുടങ്ങും, പിന്നെ അത് ശീലമാവും. മറിച്ച് അവർ തെറ്റ് ചെയ്താൽ പോലും നമ്മൾ അതെന്താണെന്ന് ചോദിച്ചാൽ സമാധാനത്തിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഓപ്പണായിട്ട് സംസാരിക്കാൻ വേണ്ടി പഠിക്കും. അല്ലാതെ അവർ തെറ്റ് ചെയ്തിട്ട് നമ്മൾ വഴക്ക് പറയുമെന്ന് പേടിച്ച് മറച്ചു വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ പിന്നെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു നല്ലൊരു പോയിൻ്റാണ്. അത് കഴിഞ്ഞിട്ട് ടാസ്ക് കൊടുക്കുന്നുണ്ട്. ടാസ്കിൽ ടീം തിരിക്കുകയാണ്. താഷിയും എൽദോയും ഷിബിനെയും രാകേഷുമാണ് ക്യാപ്റ്റന്മാർ. എന്നെ കുറച്ച് പേരെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് ക്യാപ്റ്റനാകാൻ വേണ്ടിയിട്ട്. അവന്മാരെ തന്നെ ഈ ജഡ്ജിമാരും വിളിക്കും. അപ്പോൾ അവരെന്നെ വീണ്ടും വിസിബിൾ ആയിക്കൊണ്ടിരിക്കും. ഈ മണ്ടൻ കണാപ്പികൾ ഇതൊക്കെയാണ് കാരണം ബാക്കിയുള്ളത് പുറത്താണത്. ടാസ്ക് എന്ന് പറയണത് അവിടെ ഏറ്റവും റാൻഡമായിട്ട് കുറേ ചപ്പ് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, ഷേപ്പുകൾ. അതെടുത്ത് വെച്ചിട്ട് കുത്തനെ ഏറ്റവും കുത്തനെ പൊക്കം വയ്ക്കണവർ ജയിക്കും ടൈമിനുള്ളിൽ. അപ്പം ഇദ്ദേഹം കാർപ്പൻ്ററാണല്ലോ രാകേഷ് കാർപ്പൻ്ററിനൊത്ത ഒരു ഇതെടുത്തില്ല. ഇവർ ലാസ്റ്റ് നിമിഷം പൊക്കി വെച്ചു. ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്. ഈ ടാസ്ക് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി പാളും. കുറച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ ഒരു 4-5 സാധനം ഒരുമിച്ച് കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ആദ്യം ബാലൻസ് ചെയ്ത് നോക്കുക. നമ്മളെ കയ്യിൽ ബാലൻസ് ആവണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ബാലൻസ് ആവും. അല്ലാതെ അവിടെ കൊണ്ടുവച്ചിട്ട് ബാലൻസ് ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ താഴത്തുനിന്ന് കൂടി താഴെ പോകും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വർക്കായവരാണ് അതിൽ ജയിച്ചിട്ടുള്ളത്. എൽദോയുടെ ടീം ജയിച്ചിരിക്കുകയാണ്. താഷിയും എൽദോയും ആയിട്ടാണ് ആദ്യം മത്സരം നടന്നത് കേട്ടോ. രാകേഷിൻ്റെ രണ്ടാമതാണ്. എൽദോയുടെ ടീം ജയിച്ചിരിക്കുകയാണ്. വിശാഖ്, അഫ്യാസ്, അളകനന്ദ, പ്രണവ് 4 എടുത്ത് ഔട്ട് ഹൗസിലോട്ട് ഇട്ടു. ഷിബിനയുടെയും രാകേഷിൻ്റെയും ടീം തമ്മിലുള്ള മത്സരം തുടങ്ങിയിരിക്കുകയാണ്. ഈ മത്സരത്തിൽ ആദ്യം ഞാൻ നോക്കിയപ്പം മറ്റേ ഷിജു എന്തോ ഒരു പീഠം പോലത്തെ ഒരു സാധനം എടുത്തുകൊണ്ടിരുന്നു. ഈ ഷിജുവിനെ എടുത്തുകൊണ്ട് പറഞ്ഞു. ഷിജു ആദ്യം ഒരു സാധനം കൊണ്ടുപോയിട്ട് അവനെ കയറി പിടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതെന്താണ് തേങ്ങയെന്നാണ് ജഡ്ജി വരെ നോക്കിയത്. എൻ്റെ കയ്യിലാണ്ടിരിക്കണം, അവൾ എന്നെ പിടിച്ചിരിക്കണം. എന്നിട്ട് അവൾ പറഞ്ഞിട്ട് അവളാണ് ആദ്യം തൊട്ടേന്ന്. ഇവൾ പൂര അലമ്പാണ് കേട്ടോ ഗെയിമിൻ്റെ ഇടയിൽ. അപ്പം അങ്ങനെ ഷിബിനയുടെ ടീം വളരെ മികച്ച രീതിയിൽ കളിച്ച് മറ്റവർക്കൊരു ഐഡിയയും ഒരു കോർഡിനേഷനും ഇല്ലായിരുന്നു. അങ്ങനെ ആ ടീം തോറ്റിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നതാണ് എവിക്ഷന് മുന്നേ ഇതിൽ ആരൊക്കെയാണ് ഔട്ട് ഹൗസിൽ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ടാമത്തെ റൗണ്ട് പോയത് രാകേഷിനെ പിടിച്ച് നിങ്ങളൊരു കാർപ്പൻ്ററാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യില്ല രാകേഷിനെ പിടിച്ച് ഔട്ടാക്കി, ശ്യാമിനെ പിടിച്ച് ഔട്ടാക്കി, ലൊലിറ്റയെ പിടിച്ച് ഔട്ടാക്കി. അപ്പോൾ ഇങ്ങനെ ശ്യാമിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് നാദിറ ചോദിച്ച്, ശ്യാം ബിഗ് ബോസ് പോയി പ്രേമിക്കാനുള്ള പ്ലാനുണ്ടോ? ഇല്ല. പ്രേമിക്കത്തില്ല? ഇല്ല. ഞങ്ങൾക്കൊരു കണ്ടൻറ്റ് വേസ്റ്റ് ആയി, അപ്പോൾ വേറെ ആരെങ്കിലും എടുക്കാമെന്ന്. അപ്പോൾ എല്ലാവരും ചിരിച്ച്, എനിക്കതിനേക്കാൾ വലിയ കണ്ടൻറ്റ് ഉണ്ട്. ശരി എന്നാൽ പൊയ്ക്കുന്നുണ്ട്, ഐ ആം സാറ്റിസ്ഫൈഡ് എന്നുണ്ട് നാദിറ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ജഡ്ജിമാരോട് ചോദിക്കണം, നിങ്ങൾക്ക് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പം അഫിയ അവിടെ നോക്കിയാണ്, വേറെ ആരും ഞാൻ എന്നാൽ അഫിയ അപ്പുറത്ത് രചന, രണ്ടുപേരും പിടിച്ചെങ്കിൽ സ്വാപ്പ് ചെയ്തു. രണ്ടുപേരും പിടിച്ച് സ്വാപ്പ് ചെയ്തിട്ട് ജയിച്ച ടീമിലുണ്ടായിരുന്ന രചനയെ പിടിച്ചിട്ട് ഔട്ട് ഹൗസിലേക്ക് കൊണ്ടിരുത്തി. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ടാസ്ക് കൊടുക്കുകയാണ്. ഇവർക്ക് തമ്മിൽ അവസാന പോരാട്ടം, വെറുതെ സമയങ്ങളായി. ഒരു ബൗൾ കൊടുത്തിട്ട് അതിനകത്ത് കുറേ തുണ്ടിട്ടിട്ടുണ്ട്, അതിനകത്ത് കുറേ അപരാധങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആർക്കാണ് ചേരണമെന്ന് പറയണം. ഈ ടാസ്കിൻ്റെ പേര് അക്യൂസിഷൻ. ഇപ്പോൾ പ്രണവിന് കിട്ടിയത് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആര്? അവൻ വൈശാഖിനെ പറഞ്ഞു. വൈശാഖ് എന്താണ് കളിയുടെ ഇടയിലും കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. അളകനന്ദയെ കിട്ടിയത് നോട്ട് ഡിസേർവിങ് ആരെന്നാണ്. ഇപ്പോൾ നോട്ട് ഡിസേർവിങ് എന്നുള്ളത് അമൃതയെ പറഞ്ഞു. അളകനന്ദ പറഞ്ഞത് അക്ഷരം പ്രതി നമ്മുടെ ജഡ്ജിമാരനുസരിച്ചു. കൂട്ടത്തിൽ അളകനന്ദയും കൂടി പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അമൃത വന്നിട്ട് മാനിപ്പുലേറ്റീവ് ആരാണെന്ന് ചോദിച്ച്, അപ്പം അവളെ പേര് പറഞ്ഞല്ലോ, അപ്പം ഞാൻ അവളെ പേര് തന്നെ തിരിച്ച് പറയണമെന്നുള്ള ഒരു ക്ലീഷേ ചട്ടം ബിഗ് ബോസിനകത്തുണ്ട്. അപ്പോൾ അമൃത വന്ന് അളകനന്ദയുടെ പേര് തന്നെ പറഞ്ഞു. അങ്ങനെ അവളുടെ റിവഞ്ച് പൂർത്തിയാക്കിയിട്ടാണ് അവൾ പുറത്ത് പോയത്.
വിശാഖിന് എടുത്തപ്പോഴേ ആരാണ് ബോറിംഗ് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമിൻ്റെ പേര് പറയുന്നുണ്ട്. അവ റിവെഞ്ച് എടുത്തില്ല കേട്ടോ. പ്രണവാണ് വിശാഖിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ വിശാഖ് ബോറിംഗ് ആരാന്ന് ചോദിച്ചപ്പോൾ ശ്യാമിൻ്റെ പേര് പറഞ്ഞു. വളരെ സത്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ശ്യാം എന്ന് ഫേക്ക് ആരാന്ന് നോക്കിയപ്പോഴേക്കും ശ്യാമും റിവെഞ്ച് എടുത്തില്ല, പ്രണവിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു ലൂപ്പായി. ആദ്യം പ്രണവ് വിശാഖിൻ്റെ പേര് പറഞ്ഞ്, വിശാഖ് ശ്യാമിൻ്റെ പേര് പറഞ്ഞ്, ശ്യാം വീണ്ടും പ്രണവിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവരുടെ അതങ്ങ് തീർന്നു. അത് രാകേഷിൻ്റെ അടുത്ത് ഇൻവിസിബിളായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പം പ്രണവിനെ പറയുന്നുണ്ട്. ലോലിറ്റിയുടെ അടുത്ത് അറ്റൻഷൻ സീക്കറായിട്ട് നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു. അപ്പം അമൃതയെ പറയുന്നു. ഇനി എല്ലാവരും ബോക്സിനകത്ത് കൈയിടണം, പാമ്പ് കടിക്കില്ല. കൈയിട്ടിട്ട് വരുമ്പം ഒരു കളർ വരും. റെഡ് ആണെങ്കിൽ നിങ്ങൾ ഔട്ട്, ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾ ഇൻ. ഇതാണ് പരിപാടി. അങ്ങനെ ഓരോരുത്തരായിട്ട് പുറത്തിറക്കുന്നു. വിശാഖ് എടുത്തപ്പോഴേക്കും നല്ല കുങ്കുമം പൂത്ത കൈ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. വിശാഖ് പുറത്തായി. വിശാഖിനെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല വിശാഖ് പുറത്തായി എന്നുള്ളത്. രാകേഷ് എടുത്തപ്പോൾ രാകേഷിന് പച്ച, രാകേഷ് യോ കിട്ടി കയറിപ്പോയി. പ്രണവ് എടുക്കുമ്പോൾ പ്രണവ് വിട്ടിടുക, ഞാനും പോയില്ലേ, എനിക്കറിയാമായിരുന്നു ഞാൻ പോകുന്നു. പ്രണവിനും അറിയാമായിരുന്നു, അവിടെ ഉള്ള എല്ലാവർക്കും അറിയാമായിരുന്നു പ്രണവ് പോകുന്നു. ലോലിറ്റ എടുത്തപ്പോൾ ലോലിറ്റയ്ക്ക് നല്ല ക്യൂട്ട് റെഡ്, ലോലിറ്റ അകത്ത് കയറിപ്പോയി. അടുത്ത് അമൃത ഒന്ന് നോക്കിയപ്പം പച്ച. ഇതിനായിരുന്നു ഞാൻ ഇത്രയും കാര്യം എൻ്റെ കഥയൊക്കെ പറഞ്ഞത്. ബ്ലഡി ഫുൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടം നോക്കിയിട്ട് അമൃത കയറി പോകുന്നുണ്ടായിരുന്നു. അളകനന്ദേ ശ്യാമം മിച്ചം നിൽക്കണം. ഞാൻ വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ശ്യാം കുറേ ദിവസം കൊണ്ടവൻ ഞാൻ മറ്റേ ഫെമിനിൻ നേച്ചറാണ് എന്ന് പറഞ്ഞിട്ട് അത് പതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ ആ ഒരു സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളപ്പോഴൊന്നും അങ്ങനെ ഒരു ഫീലൊന്നുമില്ല. ബാക്കിയുള്ള സമയത്ത് രാഹുൽ ഈശ്വരനെ പോലെയാണ് അവൻ സംസാരിക്കണത്. ഇപ്പം ഇവർ രണ്ടിരുന്നപ്പോൾ ഞാൻ ഉറപ്പിച്ച് ശ്യാമിനെ പിടിച്ച് പുറത്താക്കുന്നു. പക്ഷേ അളകനന്ദയെ പിടിച്ച് പുറത്താക്കി. അളകനന്ദ 12 ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ ബാക്കി വിധി അങ്ങനെ പുറത്താക്കാൻ്റെ ആളല്ലായിരുന്നു. ഞാൻ ആ കൊച്ചിനെ ഇന്നലെ കളിയാക്കിയതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശ്യാമിനെ വീണ്ടും സേവ് ചെയ്ത് ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. അവന് ഇന്നലെ വന്നിട്ട് അവനെ സേവ് ആക്കിയിട്ട് പറയും ലാസ്റ്റ് ചാൻസ് എന്ന് പറയും. മെനങ്ങാന്ന് സേവ് ആക്കിയിട്ട് പറയും ലാസ്റ്റ് ചാൻസ് എന്ന് പറയും. ഇപ്പോഴും സേവ് ആക്കിയിട്ട് ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വൺ ലാസ്റ്റ് ചാൻസ്. അപ്പോൾ വോട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ വോട്ട് ചെയ്യുക. എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കിക്കളാം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓണം.